നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ 3 മണിക്ക് തിരിച്ച് നേരെ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് രംഗപൂജയ്ക്കായിട്ട് പോകുന്ന വഴിക്കുള്ള ഒരു ടിയുടെ സീൻസാണിതൊക്കെ. പക്ഷേ ഭക്ഷണം എത്തിയിട്ടില്ല കേട്ടോ. ഗ്യാസും ഒക്കെ നല്ല കുറവായിട്ട് ഭക്ഷണം ഇച്ചിരി ലേറ്റായി. അതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്നു നേരെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക്. ഓൺലൈൻ ബാച്ചുകാരൊക്കെ അങ്ങെത്തും. ഓഫ്ലൈനിലെ മക്കളും പേരൻസും ഒക്കെ ആയിട്ട് ഈ ബസ്സിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ നേരെ ഗുരുവായൂരെത്തി. അവിടെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ചെറിയ ഹോളായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ എടുത്തത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. മേക്കപ്പിനായിട്ട് നമ്മുടെ നിത്യതയിലെ 6 മക്കളും ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടൻ തന്നെ അടുത്ത് ചോറ് കഴിക്കുന്നു എന്നല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇങ്ങെത്തി. ഉച്ചയായപ്പോഴാണ് ഇങ്ങെത്തിയത്. അപ്പോഴത്തേക്കും ഫുഡൊക്കെ കൊണ്ടുവന്നു. നമ്മുടെ രക്ഷകർത്താക്കളൊക്കെ ചേർന്ന് കുട്ടികൾക്കെല്ലാം വിളമ്പി ഞങ്ങളെല്ലാവരുമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഓൺലൈനിലെ പല മക്കളെയും അവിടെ വെച്ച് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് പോലും. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ക്യാമറയിലൂടെ കണ്ട ആ മക്കളെയൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല കൂട്ടുകാരെ. നമ്മുടെ നിത്യതയിലെ 6 അധ്യാപികമാരും തകർത്ത മേക്കപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ ദക്ഷിണ കൊടുക്കുന്നതിനുള്ള തട്ടവും മറ്റ് ചടങ്ങ് കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ആ കൃത്യസമയത്ത് നമുക്കെടുത്ത് കുട്ടികൾ മുഖാന്തരം അത് ഗുരുവിന് നൽകുവാൻ കഴിയുകയുള്ളൂ. ഗുരുദക്ഷിണയുടെ തട്ടം ഒരുക്കുന്നത് നല്ലൊരു ജോലി തന്നെയാണ്. ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും 4 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസിനകത്ത് ഒരു 2-2.5 വർഷത്തോളമായിട്ട് നിത്യതയിലെ അധ്യാപകർ മേക്കപ്പ് ചെയ്ത് ഏറെ നന്നായി തന്നെ പഠിച്ചു വന്നിട്ടുണ്ട്. അവരാൽ കഴിയുന്നതിൻ്റെ പരമാവധിയായിട്ടും ഓരോ മക്കളെയും നന്നായി അണിയിച്ചൊരുക്കി ഇറക്കുവാൻ അവർക്കെല്ലാം സാധിച്ചു. രംഗപൂജയിലെ നൃത്തങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതും തുടർന്നും ഭാരതനടനവും ഭരതനാട്യവും നന്നായി പഠിച്ചു പോകാൻ കഴിയണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഭാരതനടനത്തിൽ ഏറെക്കുറെ നിയമങ്ങൾ ലെവലേശം കുറവാണ്. എന്നാൽ ഭരതനാട്യത്തിൽ വളരെയധികം നിയമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. ഞങ്ങൾ തന്നെ ഫോണിൽ എല്ലാ മക്കളുടെയും ഓരോ ഫോട്ടോസ് വീതം മനോഹരമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാനലിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിൽ ചെറിയൊരു പ്രശ്നം പറ്റി കുറച്ച് ഫോട്ടോസൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഞാനവിടെ മേക്കപ്പിൻ്റെ കാര്യം, തട്ടത്തിൻ്റെ കാര്യം, ഫുഡിൻ്റെ കാര്യം, ടീച്ചേഴ്സിൻ്റെ കാര്യം, സ്റ്റുഡൻസിൻ്റെ കാര്യം എല്ലാമായിട്ടുള്ള കണക്കും മറ്റ് കാര്യങ്ങളും ഒക്കെയായിട്ട് നല്ല തിരക്കിലായിരുന്നു. നമ്മുടെ